എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഹു കോയിൻഡ് ദ ടേം ഇമോഷണൽ ഇന്റലിജൻസ്? എ. Goldman, B. Thurston, C. Gardiner, D. Binet. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോൾമാൻ. ചോദ്യം 2, പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി. പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി. എ ബേസിക് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റിവാർഡഡ് വിത്ത് ഇൻസെന്റീവ്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. എ. ശ്രമ പരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ബി. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ്. സി. പൗരാണികാനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഡി. പ്രവർത്തനാനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രവർത്തനാനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ്. ചോദ്യം 3, സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് among the following is not a formative assessment strategy? എ. ചോദ്യാവലി, ക്വസ്റ്റ്യനിങ്. ബി. തിങ്ക് പെയർ ഷെയർ. സി. വാർഷിക പരീക്ഷ, ആനുവൽ എക്സാമിനേഷൻ. ഡി. റിഫ്ലക്ഷൻ, സ്റ്റുഡൻസ് റിഫ്ലക്ഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, വാർഷിക പരീക്ഷ, ആനുവൽ എക്സാമിനേഷൻ. ചോദ്യം 4, കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതിയാണ്. കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതിയാണ്. എ സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ടീം ടുഗദർ വർക്ക് ടു എക്സ്പ്ലോർ എ സിഗ്നിഫിക്കന്റ് പ്രൊജക്റ്റ്. എ. വ്യക്തി കേന്ദ്രീകൃത പഠനം, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്. ബി. സഹകരണ പഠനം, കോഓപ്പറേറ്റീവ് ലേണിംഗ്. സി. സെമിനാർ അവതരണം, സെമിനാർ പ്രസന്റേഷൻ. ഡി. സാമൂഹ്യ നാടകം, സോഷ്യൽ ഡ്രാമ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സഹകരണ പഠനം, കോഓപ്പറേറ്റീവ് ലേണിംഗ്. ചോദ്യം 5, പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത് ഏതാണ്? പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായതേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എയിംസ് ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിഫ്റ്റഡ് ചിൽഡ്രൻ? എ. സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്റ്റുകൾ നൽകുന്നു, പ്രൊവൈഡിംഗ് ഇൻഡിപെൻഡന്റ് അക്കാഡമിക് പ്രൊജക്ട്സ്. ബി. ചിന്തോദ്ദീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു, പ്രൊവൈഡിംഗ് തോട്ട് പ്രൊവോക്കിംഗ് അസൈൻമെന്റ്സ്. സി. പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, സിംപ്ലിഫൈങ് ദ സബ്ജക്ട് കണ്ടന്റ്. ഡി. പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു, മെയിൻറ്റെയിനിങ് പ്രോഗ്രസ് റെക്കോർഡ് പ്രോപ്പർലി. ആൻസർ ഓപ്ഷൻ സി ആണ്, പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, സിംപ്ലിഫൈങ് ദ സബ്ജക്ട് കണ്ടന്റ്. 6ാമത്തെ ചോദ്യം, ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ആര്? Who developed the two-factor theory of intelligence? A. Binet. B. Spearman.
സി റാവൻ, ഡി വെഷ്ലർ. ആൻസർ ഓപ്ഷൻ ബി ആണ് സ്പിയർമാൻ. 7. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പിയാഷെസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എ സ്വാംശീകരണം അസിമിലേഷൻ, ബി അധിനിവേശനം അക്കൊമഡേഷൻ, സി സ്കഫോൾഡ്, ഡി സ്കീമ. ആൻസർ ഓപ്ഷൻ സി ആണ് സ്കഫോൾഡ്. ചോദ്യം 8. ആൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത്? ആൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത്? According to Gordon Allport, which of the following is not a personality trait? A. പ്രമുഖ സവിശേഷതകൾ കാർഡിനൽ ട്രൈറ്റ്, ബി കേന്ദ്രീയ സവിശേഷതകൾ സെൻട്രൽ ട്രൈറ്റ്, സി ദ്വിതീയ സവിശേഷതകൾ സെക്കൻഡറി ട്രൈറ്റ്, ഡി പ്രഭവ സവിശേഷതകൾ സർഫസ് ട്രൈറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രഭവ സവിശേഷതകൾ സർഫസ് ട്രൈറ്റ്. ചോദ്യം 9. അക്കാദമീയ പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണയത്തിനായി ഒന്നിച്ച് സൂക്ഷിക്കുന്നതാണ്? അക്കാദമീയ പ്രവർത്തനങ്ങളും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണയത്തിനായി ഒന്നിച്ച് സൂക്ഷിക്കുന്നതാണ് കോമ്പിലേഷൻ ഓഫ് അക്കാഡമിക് വർക്ക് ആൻഡ് അതർ ഫോംസ് ഓഫ് എഡ്യൂക്കേഷണൽ എവിഡൻസസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണിംഗ് പ്രോഗ്രസ് ഈസ് കോൾഡ്? എ പോർട്ട്ഫോളിയോ, ബി ആക്ഷൻ റിസർച്ച്, സി പ്രൊജക്റ്റ്, ഡി ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് പോർട്ട്ഫോളിയോ. ചോദ്യം 10. നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളാണ്? നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളാണ് an unconscious psychological mechanism adopted by the individual to tackle a frustrating situation is? A. മാനസിക സംഘർഷം കോൺഫ്ലിക്റ്റ്, ബി സമായോജന തന്ത്രങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, സി അപസമായോജനം മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഡി സമായോജനം അഡ്ജസ്റ്റ്മെന്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് സമായോജന തന്ത്രങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. 11. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന പ്രസിദ്ധ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എ ഗോൾഡ്മാൻ, ബി ഗാഗ്നെ, സി ഗാർഡ്നർ, ഡി ഗിൽഫോർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഗാർഡ്നർ. 12. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്താണ്? ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്താണ്? The factor which is responsible for all the inborn traits. A. പരിസ്ഥിതി environment, B. സംസ്കാരം culture, C. വിദ്യാഭ്യാസം education, D. പാരമ്പര്യം heredity. ആൻസർ ഓപ്ഷൻ ഡി ആണ് പാരമ്പര്യം ഹെറിഡിറ്റി. ചോദ്യം 13. എറിക്സണിന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ?
എറിക്സണിന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ? എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, അഡോളസൻസ് റെഫേഴ്സ് ദ സ്റ്റേജ് എ. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ബി. അധ്വാനം വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സി. സ്വത്ത് സ്ഥാപനം വേഴ്സസ് സ്വത്ത് പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഡി. മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വത്ത് സ്ഥാപനം വേഴ്സസ് സ്വത്ത് പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 14. ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ് ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ് the term which indicates the direction of physical motor development of a child is a. cephalocaudal പ്രവണത, ബി. ക്രമാനുസൃതം സീക്വൻഷ്യാലിറ്റി, സി. വ്യത്യസ്തം ഡിഫറൻഷ്യാലിറ്റി, ഡി. പ്രവചനക്ഷമം പ്രഡിക്റ്റബിലിറ്റി. ആൻസർ ഓപ്ഷൻ എ ആണ്. സെഫലോകോഡൽ പ്രവണത, സെഫലോകോഡൽ. 15. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? Which of the following stage doesn't come under Kohlberg's stages of moral development? A. വ്യവസ്ഥാപിത തലം കൺവെൻഷനൽ, ബി. വ്യവസ്ഥാപിത പൂർവതലം പ്രീ കൺവെൻഷനൽ, സി. വ്യവസ്ഥാപിതാനന്തര തലം പോസ്റ്റ് കൺവെൻഷനൽ, ഡി. മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ. 16. കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? എ. ജനിതക കാരണങ്ങൾ ജെനറ്റിക്സ്, ബി. പോഷകാഹാരം ന്യൂട്രീഷൻ, സി. കുടുംബ വലിപ്പം ഫാമിലി സൈസ്, ഡി. പരിപക്വനം മെച്ചുറേഷൻ. ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം കുടുംബ വലിപ്പമാണ്, ഫാമിലി സൈസ്. 17. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്ത്? The main objective of inclusive education is A. വ്യക്തിയുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന്, to develop an individual's strengths and gifts. B. മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്, to encourage the involvement of parents. C. വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറക്കുന്നതിന്, to minimize the cost of education. ഡി. വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്, ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസാബിലിറ്റീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്, ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസാബിലിറ്റീസ്. 18. വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തകനും ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തകനും ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് the process by which children become functioning members of a society. A. പരിപക്വനം മെച്ചുറേഷൻ, ബി. സാമൂഹിക വൽക്കരണം സോഷ്യലൈസേഷൻ,
സി വരേണ്യവൽക്കരണം സാൻസ്ക്രിറ്റൈസേഷൻ, ഡി നവീകരണം മോഡേണൈസേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് സാമൂഹികവൽക്കരണം സോഷ്യലൈസേഷൻ. 19. താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? എ വായുപൂരണ ശോധകം സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ബി റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, സി സാമൂഹ്യമിതി സോഷ്യോമെട്രി, ഡി പദപൂരണ ശോധകം വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ് സാമൂഹ്യമിതി സോഷ്യോമെട്രി. 20. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? The theory of universal grammar was proposed by A. Roger, B. Bandura, C. Maslow, D. Chomsky. Answer ഓപ്ഷൻ ഡി ആണ് ചോംസ്കി. 21. അഭിപ്രേരണ സിദ്ധാന്തത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ക്രമാനുഗതികത്വം അടിസ്ഥാനമാക്കി ആവശ്യങ്ങളുടെ ക്രമീകൃത ശ്രേണി തയ്യാറാക്കിയത് ആരാണ്? അഭിപ്രേരണ സിദ്ധാന്തത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ക്രമാനുഗതികത്വം അടിസ്ഥാനമാക്കി ആവശ്യങ്ങളുടെ ക്രമീകൃത ശ്രേണി തയ്യാറാക്കിയത് ആരാണ്? എ മോട്ടിവേഷണൽ തിയറി കംപ്രൈസിംഗ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ഡെപിക്റ്റഡ് ആസ് ഹൈറാർക്കിക്കൽ ലെവൽസ് ഈസ് ഡെവലപ്ഡ് ബൈ എ വൈഗോഡ്സ്കി, ബി ഗാഗ്നെ, സി പിയാഷെ, ഡി മാസ്ലോ. ആൻസർ ഓപ്ഷൻ ഡി ആണ് മാസ്ലോ. 22. ബൗദ്ധിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടകാപഗ്രഥനത്തിലൂടെ ബുദ്ധി മാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ്? ബൗദ്ധിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടകാപഗ്രഥനത്തിലൂടെ ബുദ്ധി മാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ്? ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ എ ഗോൾഡ്മാൻ, ബി സ്പിയർമാൻ, സി ഗാർഡ്നർ, ഡി ഗിൽഫോർഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗിൽഫോർഡ്. 23. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം. എ പൗരാണികാനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബി അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ് ലേണിംഗ്, സി സാമൂഹിക പഠനം സോഷ്യൽ ലേണിംഗ്, ഡി സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ്. 24. അർത്ഥപൂർണമായ വാചിക പഠനത്തിന്റെ വക്താവ് ആരാണ്? അർത്ഥപൂർണമായ വാചിക പഠനത്തിന്റെ വക്താവ് ചീഫ് എക്സ്പോണന്റ് ഓഫ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി, എ വൈഗോഡ്സ്കി, ബി ഗാഗ്നെ, സി പിയാഷെ, ഡി ആസുബൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ് അസുബൽ. 25. ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരമാണ്. ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരമാണ്. എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ബി ഔപചാരിക വിദ്യാഭ്യാസം അഥവാ ഫോർമൽ എഡ്യൂക്കേഷൻ, സി സാങ്കേതിക വിദ്യാഭ്യാസം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ,
ഡി അനൗപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോമൽ. ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 26 കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. കുട്ടികളെ സംബന്ധിച്ചുള്ള സ്വഭാവ വിവരങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. എ സഞ്ചിത റെക്കോർഡ്, ക്യുമുലേറ്റീവ്. ബി ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ. സി ലോഗ് ബുക്ക്. ഡി ഹാജർ പുസ്തകം, അറ്റൻഡൻസ് ബുക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ. കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ്. 27 പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അക്കോർഡിംഗ് ടു പിയാഷെ, the cognitive stage that refers 2 to 7 years is A പ്രാഗ് മനോവ്യാപാര പൂർവഘട്ടം, പ്രീ ഓപ്പറേഷണൽ. ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷണൽ. സി ഐന്ദ്രിക ചാലക ഘട്ടം, സെൻസറി മോട്ടോർ. ഡി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ. ആൻസർ ഓപ്ഷൻ എ ആണ് പ്രാഗ് മനോവ്യാപാര പൂർവഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 28 ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ ഏതാണ്? ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ, ദ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഈസ് എ സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ. ബി റാവൻസ് പുരോഗമന മെട്രിക്സ്, റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സസ്. സി വെഷ്ലർ സ്കെയിൽ. ഡി ഭാട്ടിയയുടെ പ്രകടന ശോധകം, ഭാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ. 29 പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനം തടസ്സമാകുന്നതിനെ പറയുന്നത്. പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനം തടസ്സമാകുന്നതിനെ പറയുന്നത്. When new information prevents the recall of older information, it is called A retroactive inhibition. B proactive inhibition. C ഓർമ്മയുടെ അംശം, മെമ്മറി ട്രേസസ്. ഡി പുനഃപ്രാപ്തി, റിട്രീവൽ. ആൻസർ ഓപ്ഷൻ എ ആണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. 30 സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവ് ആര്? സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവ് ആര്? സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സ്കിന്നർ. ബി ആൽബർട്ട് ബന്ധൂര. സി മാസ്ലോ. ഡി കോഹ്ലർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൽബർട്ട് ബന്ധൂര.